The battle for Wayanad is creating deep divides in the India bloc. Kerala Chief Minister Pinarayi Vijayan has launched an all-out attack on Rahul Gandhi for contesting the Lok Sabha election from Wayanad. സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വഹിക്കുന്ന റോള് നമുക്കെല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, BJPയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. Calling the left an important ally, the Congress played down the Chief Minister's remarks. Rahul Gandhi and rival candidate CPI's Annie Raja will be filing nomination papers from Wayanad on Wednesday morning. Ahead of the nomination, the Congress faced some embarrassment as the SDPI, the political arm of the banned Islamist outfit Popular Front of India, announced its support to the Granole Party. കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്ത് രണ്ട് മുന്നണികളാണുള്ളത്. രണ്ട് മുന്നണികളും ഞങ്ങളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുകയാണ്. ദേശീയ തലത്തിൽ BJP വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. The SDPI support to Congress has stirred a huge row, with the BJP accusing the Congress of using radical groups for political gains. Seeking the support of the PFI, is it a secularist move? You are always working for the anti-national elements. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ ദേശവ്യാപകമായിട്ട് ഈ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് മുതൽ അവർ വർഗീയവാദികൾ. CPM ആണ് ഈ ആരാണ് മതേതരവാദി ആരാണ് വർഗീയവാദി എന്ന് ഇവിടെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പാർട്ടി ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് CPMന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നവരാണ്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അവർ നമ്മുടെ കൂടെ അല്ല. The left has always questioned the wisdom of Rahul Gandhi contesting from Wayanad, as the BJP is not the main contender in Kerala. While Rahul Gandhi is being accused of running away from the real fight in Hindi heartland, the Congress has defended the decision to contest from the safe seat.